ഹായ്, സഹദേവ് മോഷണയും വ്യാപ്തം വോളിയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് പ്രൈമറി തലത്തിൽ നിന്നാണ്. എന്ന് വെച്ചാൽ വ്യാപ്തം എന്ന ആശയം രൂപപ്പെടുന്നത് പ്രൈമറി തലത്തിലാണ്. 6-7 ക്ലാസ്സുകളിൽ സയൻസിലാണെങ്കിലും മാത്തമാറ്റിക്സിലാണെങ്കിലും വ്യാപ്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ ഒരു സെന്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മീറ്റർ അതിൻ്റെ അളവ് കുട്ടികൾക്കറിയാം, കുട്ടികൾ കണ്ടിട്ടുണ്ട്. പരപ്പളവ് അഥവാ ഏരിയ കണക്കാക്കുന്നത് 1 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള, അതായത് ഒരു സ്ക്വയർ സെന്റിമീറ്റർ, ഒരു ചതുരശ്ര സെന്റിമീറ്റർ. അപ്പോൾ അതങ്ങനെ കള്ളികൾ വരച്ചിട്ട് എത്ര കള്ളികൾ ഉണ്ടെന്ന് എണ്ണിയെടുത്താണ് ആദ്യഘട്ടത്തിൽ പരപ്പളവ് എന്ന ആശയം കുട്ടികളിൽ ഉണ്ടാവുന്നത്. ഇനി ദ്രാവകം അളക്കുന്നതോ, ദ്രാവകം അളക്കുന്നത് അതിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് മില്ലി ലിറ്ററാണ്. ഇനി കട്ടകളായിട്ടാണെങ്കിൽ സാധാരണഗതിയിൽ വ്യാപ്തം പറയാം ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ക്യൂബിക് സെന്റിമീറ്റർ. അപ്പോൾ 1 സെന്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുര പാത്രം ഉൾവശത്ത്, അതായത് ഉള്ളളവ് 1 സെന്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുര പാത്രത്തിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ അളവാണ് 1 മില്ലി ലിറ്റർ. ഇത് വെള്ളമാണെങ്കിൽ, ശുദ്ധജലമാണെങ്കിൽ അതിൻ്റെ വെയിറ്റ്, തൂക്കം 1 മില്ലിഗ്രാം ആയിരിക്കും. അപ്പോൾ ഈ 1 മില്ലിഗ്രാമിൻ്റെ അളവ് അല്ലെങ്കിൽ 1 ക്യൂബിക് സെന്റിമീറ്റർ ഇത് കുട്ടികൾ നേരിട്ട് കാണണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെടുക്കുന്ന പാത്രം ഏതാണെന്ന് തിരിച്ചറിയണം, എങ്ങനെ ഉണ്ടാക്കുമെന്നറിയണം. അപ്പോൾ കണ്ടുപഠിക്കുന്നതും കേട്ടുപഠിക്കുന്നതിനും അതിലുപരി നിർമ്മിച്ച് അല്ലെങ്കിൽ ചെയ്തു പഠിക്കുമ്പോഴാണ് ആ പഠനത്തിന് ആഴം കൂടുന്നത്. അതുകൊണ്ടാണ് ലേണിംഗ് ബൈ ഡൂയിങ് അതിൻ്റെ ഒരു പ്രാധാന്യം. ചെയ്ത് തന്നെ പഠിക്കുക. ഇത്തരത്തിലുള്ള യൂണിറ്റ് സമയോദരങ്ങൾ കൊണ്ട് സമയോദര പാത്രമുണ്ടാക്കി അതിൽ വെള്ളമൊഴിച്ച് 1 മില്ലി ലിറ്റർ എന്നുള്ള ആശയം, അല്ലെങ്കിൽ 1 യൂണിറ്റ് ക്യൂബ്, 1 ക്യൂബിക് സെന്റിമീറ്റർ. ദ്രാവകം അളക്കുന്നത് ഇങ്ങനെയാണ്, എത്ര സമചതുര കട്ടകളുണ്ട് എന്ന് നോക്കിയിട്ട് തന്നെയാണ്. അതായത് 1 സെന്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള എത്ര സമചതുര കട്ടകളായിട്ടാണ് വെള്ളം നിൽക്കുന്നത് എന്ന് കാണണം. ഇത് നമ്മളെ കുട്ടികൾ കാണാറില്ല. അപ്പോൾ അത് കാണുന്ന തരത്തിലുള്ള പഠനോപകരണങ്ങളും ഇല്ല. കാരണം 1 സെന്റിമീറ്റർ നീളവും വീതിയും ഉയരമുള്ള ഒരു പാത്രം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഒന്നത് ലീക്കില്ലാതെ ഒട്ടിക്കുക. വെള്ളം ഒഴിക്കണമെങ്കിൽ ലീക്കില്ലാതെ ഒട്ടിച്ചെടുക്കണം. സാധാരണഗതിയിൽ മേനലായിട്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഇനി ഏതെങ്കിലും കമ്പനിക്കാർ റെഡിമെയ്ഡ് സാധനം ഇറക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അത്തരത്തിൽ അതെന്ന് വെച്ചാൽ 1 ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മില്ലി ലിറ്റർ വെള്ളം എങ്ങനെയാണ് സമചതുര കട്ടയായി നിൽക്കുന്നത് എന്ന് കുട്ടികൾ കാണുന്നു. അപ്പോൾ 10 ക്യൂബിക് സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 10 സമചതുര കട്ടകളായിട്ട് ഈ വെള്ളം അല്ലെങ്കിൽ ദ്രാവകം നിൽക്കുന്നത് കുട്ടികൾ കാണണം. ഇനി ഒരു ദ്രാവകത്തിന്റെ വ്യാപ്തം നമ്മൾ പറയാണ് 100 ക്യൂബിക് സെന്റിമീറ്റർ ഉള്ള ഒരു പാത്രത്തിൽ. അപ്പോൾ അതിൽ കൊള്ളുന്ന ദ്രാവകം എന്ന് പറഞ്ഞാൽ 100 മില്ലി ലിറ്ററാണ്. ഈ 100 മില്ലി ലിറ്റർ 100 സമചതുര കട്ടകളായിട്ട് തന്നെ കാണണം. അപ്പോൾ അങ്ങനെ കാണണമെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പാത്രമായിരിക്കണം. ആ പാത്രത്തിന് തിക്നെസ് ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളളവ് കൃത്യമായിട്ട് 1 സെന്റിമീറ്റർ തന്നെയായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ആശയം പൂർണ്ണമാവും. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് അതിൻ്റെ ബേസിക് എന്താണ്, വ്യാപ്തം അളക്കുന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് മനസ്സിലാക്കുക. അത് ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആ പാത്രത്തിൽ വെള്ളമൊഴിച്ച് നേരിട്ട് കാണുക. അപ്പോൾ ആ വെള്ളം അല്ലെങ്കിൽ ദ്രാവകം കൃത്യമായി 1 ക്യൂബായിട്ട്, 1 സമചതുര കട്ടയായി നിൽക്കുന്നത് കാണണം. ഇതാണ് വ്യാപ്തം അളക്കുന്ന അടിസ്ഥാന യൂണിറ്റ് എന്ന് കുട്ടി മനസ്സിലാക്കും. അപ്പോൾ കുറച്ചൊരു പ്രയാസമുള്ളതാണെങ്കിലും അത് നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, പരിശീലനം കൊണ്ട് നിർമ്മിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ മാത്രം കുട്ടികൾ തനിച്ചായിപ്പോരുത്. കുട്ടികൾക്ക് തന്നെ പരിശീലനം കൊണ്ട് സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാം. OHP ഫിലിം ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ട്രാൻസ്പെറൻ്റ് ആയ ആ പാത്രത്തിൻ്റെ ഉള്ളിലൂടെ ദ്രാവകം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ഗ്ലൂ ഉണ്ട്. അത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ളൊരു പശയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വിരൽ ഒട്ടിപ്പോവാനൊക്കെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ആ ഏരിയ ആ ഭാഗം മാത്രം ടീച്ചേഴ്സിൻ്റെ ടീച്ചേഴ്സേ ചെയ്യാവൂ, അല്ലെങ്കിൽ രക്ഷിതാക്കളെ ചെയ്യാവൂ. കുട്ടികളെ ആദ്യഘട്ടത്തിൽ ആ ഗ്ലൂ തൊടിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത് ചെയ്ത് കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാം. ഒന്നും കൂടെ അതിൻ്റെ അപകട സാധ്യത ഒന്ന് ബോധ്യപ്പെടുത്തിയതാണ്. മുതിർന്നവരാണെങ്കിൽ പോലും ആ ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ആ ഗ്ലൂ സാധാരണഗതിയിൽ ശക്തിയേറിയതാണെങ്കിൽ ആ ഭാഗം കത്തി ഉരുകുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഗ്ലൂ അങ്ങനെ കത്തി ഉരുകുന്നില്ല. പക്ഷേ അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ആവി മേലോട്ട് വരുന്ന ആ സ്മെല്ല് കൊണ്ട് നമുക്കറിയാം അത് ലേശം ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സ്മെല്ലും കൂടിയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ടീച്ചേഴ്സായാലും രക്ഷിതാക്കളായാലും ശ്രദ്ധിച്ചാൽ, എന്ന് വെച്ചാൽ അവസാന ഘട്ടത്തിൽ ആ ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നത് നിങ്ങൾ ടീച്ചേഴ്സോ അല്ലെങ്കിൽ രക്ഷിതാക്കളോ ആയിരിക്കണം, കുട്ടികളാവരുത്. ഓക്കെ, അങ്ങനെ കിട്ടിയാൽ നമുക്കത് ഏറ്റവും നല്ല പഠനോപകരണമാണ്. ഏത് കാലത്തും ആ വ്യാപ്തത്തിൻ്റെ ആശയം കുട്ടികളെ മനസ്സിലുറക്കും. ഇത് നമ്മൾ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടില്ല, നമ്മൾക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല, അത്തരത്തിലുള്ള ഉപകരണങ്ങളൊന്നും അന്നില്ല. പക്ഷേ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ഇത് നേരിട്ട് കാണാനും 1 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് അവർക്ക് സ്വയം എടുത്ത് ബോധ്യപ്പെടുത്താനും, സ്വയം ബോധ്യപ്പെടലാണ്. അതായത് താൻ സ്വയമായി ഉണ്ടാക്കിയ പഠനോപകരണത്തിൽ ഇത്തരത്തിലുള്ള അളവുകൾ, അതുപോലെ വ്യാപ്തത്തിനുണ്ടാകുന്ന മാറ്റം, അതായത് ഒരു സമീകരപ്പെട്ടി നീളവും വീതിയും ഉയരവും വർദ്ധിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വോളിയം 8 മടങ്ങായി വർദ്ധിക്കുന്നത്? സാധാരണഗതി കുട്ടികൾ 4 മടങ്ങ് അല്ലെങ്കിൽ 2 മടങ്ങ് എന്നാണ് പറയുക. 8 മടങ്ങാണ് വർദ്ധിക്കുന്നത്. അതുപോലെ സമീകരപ്പെട്ടി വശങ്ങൾ പകുതിയാകുന്ന പക്ഷം അത് 8-1 ചുരുങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് തന്നെ കാണേണ്ടതാണ്, നേരിട്ട് തന്നെ കണ്ട് ബോധ്യപ്പെടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നന്നായി തന്നെ നിർമ്മിക്കുക, അപകടം കൂടാതെ സുരക്ഷിതമായി തന്നെ ഉണ്ടാക്കുക. ആ സുരക്ഷിതത്വം ഞാൻ പറഞ്ഞ പോലെ ഈ കത്തി ഇതൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ ഘട്ടങ്ങളിൽ കൈമുറിയുന്നതൊക്കെ സാധാരണയാണ്. അതൊക്കെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് സംഭവിക്കും. പിന്നെ അതൊക്കെ പരിഹരിക്കാൻ, പക്ഷേ ആ ഗ്ലൂ ലേശ അപകടകാരിയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് രക്ഷിതാക്കളോ ടീച്ചേഴ്സോ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെ കുട്ടികൾ നന്നായി തന്നെ പഠിച്ച് ആശയത്തോടെ, ആശയവ്യക്തതയോടെ തന്നെ പഠിച്ച് വളരട്ടെ. എല്ലാ ആശംസകളും. ഇപ്പോൾ കയ്യിലെടുത്തിരിക്കുന്നത് 5 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയും 5 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള പാത്രമാണ്. പക്ഷേ വെള്ളമെടുക്കുന്നത് 4 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ വോളി എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 ക്യൂബിക് സെൻറ്റിമീറ്ററാണ്. 100 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ ആ വെള്ളം 100 മില്ലി ലിറ്റർ വെള്ളമാണ്. അത് കൃത്യമായി 100 സമചതുര കട്ടകളിലായിട്ട് തന്നെ കാണാം. 100 മില്ലി ലിറ്റർ വെള്ളം. ഇതാ രണ്ടാമതും ഒരു 100 കൂടെ എടുക്കുകയാണ്. ഇപ്പോൾ 200 മില്ലി ലിറ്റർ വെള്ളം. ആ വെള്ളം നിൽക്കുന്നത് 10 സെൻറ്റിമീറ്റർ നീളം, 10 സെൻറ്റിമീറ്റർ വീതി, 2 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ്. ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വന്നപ്പോൾ അത് 300 മില്ലി ലിറ്റർ വെള്ളമായി. ഇപ്പോൾ 400 മില്ലി ലിറ്റർ വെള്ളം, 400. ഇപ്പോൾ 500 മില്ലി ലിറ്റർ വെള്ളം എന്ന് വെച്ചാൽ 1/2 ലിറ്റർ വെള്ളമാണത്. 1/2 ലിറ്റർ വെള്ളം. ഇത് OHP ഫിലിമിൻ്റെ പെട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഒലഞ്ഞു പോകും. ഇനിയും വെള്ളം എടുക്കുമ്പം മേലോട്ട് ഒലഞ്ഞു പോകുന്നതുകൊണ്ട് അക്രലിക് ഷീറ്റിൻ്റെ ഒരു പെട്ടി, താൽക്കാലിക പെട്ടി സെറ്റ് ചെയ്തല്ല, അഴിച്ചു മാറ്റാം. അപ്പോൾ 1/2 ലിറ്റർ വെള്ളമാണ്. അതിൻ്റെ വെയിറ്റ് 1/2 കിലോഗ്രാം ആയിരിക്കും. ഇപ്പോൾ 600 മില്ലി ലിറ്റർ ദ്രാവകമാണ്. 600 മില്ലി ലിറ്റർ. ഞാനിത് നിറം കൊടുത്തത് അത് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ 100 മില്ലി കൂടി വരുന്നത് കൂട്ടി കാണും. ഈ പെട്ടി നിറയുമ്പോൾ
അതൊരു ലിറ്റർ വെള്ളം, 1 കിലോഗ്രാം തൂക്കമുള്ള വെള്ളം. ഇതാണ് അതിനുണ്ടാക്കുന്ന OH ഫിലിം. കട്ടി കൂടിയ OHP ഫിലിമാണ്. അപ്പോൾ ഇത് ഒരു ഷീറ്റിന് 10 രൂപയുണ്ട്. സാധാരണഗതി കട്ടിയുള്ള 100 മൈക്രോണിൻ്റെതാണെങ്കിൽ അതിന് 3 രൂപ അല്ലെങ്കിൽ 4 രൂപ മാത്രമേ വിലയുണ്ടാവും. ഇത് കുറച്ച് കട്ടി കൂടുതലുള്ളതുകൊണ്ടാണ് കിട്ടാനും ലേശൊരു ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ ഒരു OHP ഷീറ്റ് കൃത്യമായിട്ട് അതിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ അല്ല, 29.7 എന്ന് വെച്ചാൽ 3 മില്ലി ലിറ്ററിൻ്റെ കുറവുണ്ടാകും. 3 മില്ലിമീറ്റർ എന്ന് വെച്ചാൽ ഒരു വര എത്രയാണോ അത്രയും കുറവ് ഉണ്ടാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു A4 ഷീറ്റിൽ നിന്ന് നമുക്ക് 3 എണ്ണം മുറിച്ചെടുക്കണമെങ്കിൽ 1 മില്ലി കുറക്കണം. അതുകൊണ്ട് 9.9 ഞാൻ എടുത്തത്. എങ്കിൽ മാത്രമേ നമ്മൾ ആ 10 സെൻറ്റിമീറ്ററുള്ള പാത്രത്തിൽ ഇത് ഇറങ്ങി നിൽക്കൂ, ഇല്ലെങ്കിൽ രണ്ടും റെഡിയാണല്ലോ. ഇതിൻ്റെ വീതി 21 സെൻറ്റിമീറ്റർ ആണല്ലോ. ഒരു A4 സൈസിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 21 സെൻറ്റിമീറ്ററാണ്. നമുക്ക് വേണ്ടത് 10 സെൻറ്റിമീറ്ററാണ്. പക്ഷേ ഞാൻ 10.5 സെൻറ്റിമീറ്ററിലും കൂടെ ഒരടയാളം വെച്ചിട്ടുണ്ട്. ഓരോ സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ 10 കഴിഞ്ഞ് 10.5-യിലൊരു പോയിൻ്റും കൂടെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ 1/2 സെൻറ്റിമീറ്റർ നമ്മൾ കൂട്ടിയെടുക്കുകയാണ്. എങ്കിൽ മാത്രമേ ആ ലിറ്റർ പാത്രം എടുക്കുമ്പോൾ 1/2 സെൻറ്റിമീറ്റർ കൂടുതലുണ്ടെങ്കിൽ നമുക്കതിൽ വെള്ളം നിറഞ്ഞ് തുളുമ്പാതെ കിട്ടും. അതിനുശേഷം ഓരോ സെൻറ്റിമീറ്റർ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇപ്പോൾ വരയ്ക്കുന്നത് OHP പെന്നാണ്, എന്ന് വെച്ചാൽ പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചാണ്, CD മാർക്കർ ഉപയോഗിച്ചാണ്, ബ്ലാക്ക് CD മാർക്കർ ഉപയോഗിച്ച് തന്നെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഫിലിമിൻ്റെ മേലെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ അടിയിലൊരു വെള്ള ഷീറ്റ് സാധാരണഗതിയിൽ അതിലുണ്ടാവും, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാനാവൂ. അതുകൊണ്ടാണ്. ഇനി വീതിയുടെ ഭാഗത്തും കൂടെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുമ്പോൾ ആ അവസാനത്തെന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ഉണ്ടാവില്ല, 1 മില്ലിമീറ്റർ കുറവായിരിക്കുമേ. പിന്നീട് അത് തിരിച്ചും വരയ്ക്കുമ്പോൾ ഗ്രാഫായി മാറും. 1 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള സമചതുരങ്ങളായി. ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയ, പരപ്പളവ് കുട്ടി ആശയം മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള സമചതുര കളങ്ങൾ എണ്ണിയെടുത്തിട്ടാണ് ആദ്യഘട്ടത്തിൽ. അപ്പോൾ പിന്നീടാണ് നീളം ഗുണിക്കണം വീതി എന്നുള്ള ആശയത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഗ്രാഫാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു 1/2 സെൻറ്റിമീറ്റർ കൂട്ടിയെടുക്കണം. ആ 1/2 സെൻറ്റിമീറ്റർ കണക്കാക്കിയിട്ട് വരയ്ക്കുകയാണ്. ഇനി ഇത് ഓരോ 10 സെൻറ്റിമീറ്ററുള്ള സ്ക്വയറായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. ആ ഷീറ്റ് അങ്ങോട്ട് മാറ്റി. അപ്പോൾ മുറിക്കുന്നത് മേശേൻ്റെ, സാധാരണ മരത്തിൻ്റെ മേശയോ പ്ലാസ്റ്റിക്കിൻ്റെ മേശയാണെങ്കിൽ അത് മുറിയും. അതുകൊണ്ട് അടിയിൽ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ഷീറ്റാണ് വെച്ചത്. നിങ്ങളത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മളെ കുട്ടികളെ എക്സാം ബോർഡ്, പ്ലാസ്റ്റിക്കിൻ്റെ എക്സാം ബോർഡോ അല്ലെങ്കിൽ വീട്ടിൽ വെജിറ്റബിൾ അരിയുന്ന ആ പിന്നെ കഷ്ണമോ അങ്ങനെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് മേശ മുറിയാതെ കിട്ടും. അത് അടിവശത്ത് വെച്ചാൽ ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ, പക്ഷേ അതിൻ്റെ ഉയരം നമ്മൾ 10.5 ഉണ്ടാവും. ഇങ്ങനെ സമചതുരങ്ങൾ മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ 1 ലിറ്റർ പാത്രം ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള 5 സമചതുരങ്ങളാണ് നമുക്ക് വേണ്ടത്. 5 സമചതുരങ്ങൾ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഈ OHP ഷീറ്റ് സാധാരണ കട്ടിയുള്ളതല്ല, അതിൻ്റെ ഡബിൾ 100 മൈക്രോണിൻ്റെ മേലെ കട്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്കിലേ പാത്രം ലെവലായി നിൽക്കൂ. ഇങ്ങനെ 2 എണ്ണം അടുപ്പിച്ച് വെച്ചതിന് ശേഷം കണ്ടോ, ആ 1/2 സെൻറ്റിമീറ്റർ ഹൈറ്റിലേക്കാണ് പോകുന്നത്. ആ ബാക്കി 3/4 ഇഞ്ച് സെലോ ടേപ്പാണ് നമ്മൾ എടുക്കുന്നത്. 3/4 ഇഞ്ച് സെലോ ടേപ്പ് ചേർത്ത് വെക്കുമ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് കയറിപ്പോരുത്, ഇങ്ങനെ മടങ്ങി കിട്ടണം, ഉള്ളിലേക്ക് മടങ്ങി കിട്ടണം. ആ ബാലൻസ് വന്ന് ആ 2 ഭാഗവും 2 ഭാഗത്തുമായിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കുകയാണ്. അപ്പോൾ ശരിക്കും വളരെ നേരിയൊരു ഗ്യാപ്പും, അതൊരു മുടിനാരിൻ്റെ വണ്ണത്തിലുള്ള ഗ്യാപ്പ്, എങ്കിലേ ഉള്ളോട്ട് മടങ്ങി കിട്ടും. ഗ്യാപ്പ് കൂടാൻ പാടില്ല, ഒന്നിൻ്റെ മേലെ ഒന്ന് കയറി നിൽക്കാനും പാടില്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. 4ാമത്തെ കഷ്ണം ഒട്ടിക്കുകയാണ്. ആ 4 എണ്ണത്തിൻ്റെ മേലെയാണ് ആ 1/2 സെൻറ്റിമീറ്റർ കൂടുതലുള്ളത്. പെട്ടി കൂട്ടി വരുമ്പം അതിൻ്റെ ഹൈറ്റ് 1/2 സെൻറ്റിമീറ്റർ കൂടുതൽ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത്.
ആ കാര്യം ഒന്ന് ഓർക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ വെള്ളം എടുക്കുമ്പോൾ മുഴുവൻ പുറത്തേക്കായി പോകും. യെസ്, ഇതാ ഉള്ളോട്ടാണ് മടക്കുന്നത്. ഉള്ളോട്ട് അതിൻ്റെ അറ്റം മാത്രമേ ഉള്ളോട്ട് മടങ്ങുന്നുള്ളൂ. യെസ്, ഇനി അത് ഇതാ നന്നായിട്ട് മടക്കണം. അതായത് പെട്ടി മടങ്ങി ഉള്ളിലേക്കാണല്ലോ വരിക. യെസ്, ഇതാ ഈ രൂപത്തിൽ ഒരു 4 ചുമരുള്ള രൂപത്തിൽ നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ അറ്റത്ത് ഹാഫ് പുറത്തും ഹാഫ് ഉള്ളിലുമായിട്ടാണ് ഒട്ടിക്കുന്നത്. എന്ന് വെച്ചാൽ ആ 3/4 ഇഞ്ച് സെല്ലോ ടേപ്പിൻ്റെ പകുതി ടൈപ്പ് ഇപ്പോൾ പുറത്താണ്, അതുകൊണ്ട് വേണം ഇപ്പുറത്ത് ഒട്ടിക്കാൻ. അങ്ങനെ ഒട്ടിക്കും നേരം വളരെ ശ്രദ്ധിക്കണം, ഒന്നിൻ്റെ മേലെ ഒന്ന് കയറിപ്പോകരുത്, എന്നാൽ വലിയ ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്യരുത്. അവിടെയാണ് കുറച്ചൊരു ശ്രദ്ധ വേണ്ടത്. നന്നായി ഒട്ടിച്ചതിന് ശേഷം ആ ബാലൻസ് ഉള്ള ഭാഗം നേരത്തെ ചെയ്തതുപോലെ തിരിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ അളവ് റെഡിയാണെങ്കിൽ ഇത് കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഫ്രെയിം വന്നു കഴിഞ്ഞ് അപ്പോൾ 4 ചുമര് പോലെ വന്നു കഴിഞ്ഞു. ഇനി അടിവശം, അതായത് 1/2 സെൻറ്റിമീറ്റർ ബാലൻസ് ഇല്ലാത്ത മറ്റേ ഭാഗത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാ ഒന്നും കൂടെ ഈ ഭാഗം ഒന്നും കൂടെ കാണിച്ചു തരാം. അത് ഇവിടെയാണ് ലേശം ഒരു പ്രയാസം ഉണ്ടാകുക. പകുതി പുറത്തിട്ടതാണ്, ആ പകുതിയിലേക്കാണ് ഇവിടെ കൃത്യമായിട്ട് ചേർത്ത് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ളിലായി പോകരുത്. അത് ഉള്ളിലായി പോയാൽ അവിടെ കൃത്യമായിട്ട് 90 ഡിഗ്രിയിൽ മടങ്ങി കിട്ടൂലല്ലോ, അതാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ 4 മൂലക്കും നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി അതിൻ്റെ അടിവശത്ത് ഒരു സ്ക്വയർ, ആ സ്ക്വയർ നമ്മൾ കയ്യിലുണ്ട്, 2 എണ്ണം ഇനിയും ഉണ്ടല്ലോ. ഇതാ അവിടെ 1/2 സെൻറ്റിമീറ്റർ കൂടരുത്, കാരണം ആ 1/2 സെൻറ്റിമീറ്റർ അവിടെ നിന്ന് മുറിച്ച് മാറ്റുന്ന വേണം. ഇത് പിന്നെ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കണം. യെസ്, ഇനി ചെയ്യുന്നത് നോക്കിക്കോ. ഇതാ അവിടെയും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പകുതി പുറത്താണ്, പകുതി മാത്രമേ ആ ഷീറ്റിലുള്ളൂ. ഇനി അതാണ് നമ്മൾ ഒരു സൈഡിൽ, അതായത് അതിൻ്റെ അടിവശത്ത് ചേർത്ത് ഒട്ടിക്കുകയാണ്. പുറമേയാണ് ഒട്ടിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ചേർത്ത് കറക്റ്റ് നേർരേഖ റെഡിയായി വരുന്ന രൂപത്തിൽ തന്നെ ഒട്ടിക്കുക. യെസ്, ഇനി അതിൻ്റെ മറുവശമാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ മറുവശം ഒട്ടിക്കുന്ന നേരം വേണമെങ്കിൽ മുഴുവനായിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ടേപ്പ് എടുത്തിട്ട് അവിടെ വെക്കുന്നതാണ് നല്ലത്. നീളത്തിൽ ഒട്ടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇവിടെയൊക്കെയാണ് കട്ടിയുള്ള ഷീറ്റ് ആകുന്നതുകൊണ്ടുള്ള ഗുണം. ഇല്ലെങ്കിൽ ഇത് ഒലഞ്ഞ് നിൽക്കും. ഇത് ഒരു കഷ്ണം അവിടെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി നീളത്തിൽ ഒട്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ 4 ഭാഗവും ഒട്ടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ചെറിയ ഭാഗം ടേപ്പ് പുറത്ത് ആവുന്ന രൂപത്തിലാണ് വെക്കുന്നത്. എന്താ വെച്ചാൽ അവിടെ ലീക്ക് ഒഴിവാവുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ഒട്ടിക്കണമെന്നുള്ളതുകൊണ്ടാണ്. ആ കഷ്ണം പിന്നെ തിരിച്ച്, അല്ലെങ്കിൽ കത്തി കൊണ്ടൊന്ന് മുറിച്ചതിന് ശേഷം തിരിച്ചും മറച്ചും, അപ്പോൾ ഒന്നും കൂടെ സ്ട്രെങ്ത്ത് കൂടി. യെസ്, അവിടെ ആ ഒട്ടിച്ചതിന് ഒന്നും കൂടെ സ്ട്രെങ്ത്ത് കൂടും. യെസ്, ഇങ്ങനെ 4 ഭാഗത്തും ഒട്ടിക്കുമ്പോൾ നമുക്കൊരു സമചതുര പാത്രമായിട്ട് തന്നെ കിട്ടും. ഇതിൻ്റെ ഏറ്റവും അടിവശത്താണ് വെള്ളം വന്ന് നിൽക്കുക എന്നുള്ളതുകൊണ്ട് ആ 4 മൂലയും അതുപോലെ താഴത്തെ 4 ആ ഒട്ടിക്കുന്ന ഭാഗവും വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ ഇതിന് ശേഷം ഒരു ഗ്ലൂ അതിൻ്റെ ഉള്ളിൽ ഒഴിക്കുന്നുണ്ട്. പക്ഷേ ആ ഗ്ലൂ ഒഴിക്കുമ്പോൾ പിന്നെ അവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിലൂടെ പുറത്ത് വരും, നമുക്ക് പ്രശ്നമാവും. ഇങ്ങനെയാണ് ആ പെട്ടി. ഇതാണ് ഞാൻ പറഞ്ഞ ഗ്ലൂ. അപ്പോൾ സാധാരണ ചിലത് തന്നെ ഒഴിക്കുമ്പോൾ അവിടെ ആ ഭാഗം കത്തിയിട്ടാണ്, ഉരുകിയിട്ടാണ് അവിടെ സ്ട്രെങ്ത്ത് കൂടുക. ഇത് ഉരുകുന്നില്ല.
ഇതേ ഞാനിവിടെ കാണിച്ചു തരാം. ഒരു ഒരു വക്കിലൂടെ ഒരു ചെറിയ ഡ്രോപ്പ്, ഒറ്റ തുള്ളിയാണ് ഞാൻ ഒഴിക്കുന്നുള്ളൂ. അത് അതിലൂടെ ആ ഗ്യാപ്പിലൂടെ അങ്ങോട്ട് ഒഴുകുന്നുണ്ട്. എന്നിട്ട് ഓരോ ജോയിൻറ്റിലൂടെയും അത് ഒഴുകി അവിടെ പിടിക്കുകയാണ്. അപ്പോൾ ഒരൊറ്റ തുള്ളി കൂടുതലായി പോരുത്, ഒരു തുള്ളി മാത്രമേ ഒഴിക്കാവൂ. അപ്പോൾ എല്ലാ വക്കിലൂടെ എത്ര വക്കുണ്ട്? 8 വക്കുകളുണ്ട്. 8 വക്കുകളിലൂടെയും ആ ഗ്ലൂ ഒഴുകി നീങ്ങണം. അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ നിന്ന് എടുക്കുന്നതും പിന്നെ പൊളിക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കണം. അതിൻ്റെ ടിപ്പ് നമ്മൾ കത്തി വെച്ച് മുറിക്കണം പുതുതാകുമ്പോൾ. എന്നിട്ട് എടുത്തതിന് ശേഷം ഒരു സെലോ ടേപ്പ് കൊണ്ട് അത് ഒട്ടിച്ച് ഭദ്രമാക്കുകയും വേണം. ഇല്ലെങ്കിൽ പിന്നീട് അത് ഉറച്ചു പോകും എയർ കടന്നാൽ. ഇതാണ് അക്രലിക് ഷീറ്റ് എന്ന് പറഞ്ഞ്. എന്ന് വെച്ചാൽ ഇത് നമുക്ക് മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് കൃത്യമായിട്ട് മുറിച്ചെടുക്കാൻ പറ്റില്ല. ഞാനിത് 10 സെൻറ്റിമീറ്റർ നീളത്തിലും വീതിയിലും ഉയരത്തിലും എടുത്തതാണ്. യെസ്. അപ്പോൾ ഇത് ലേസർ കട്ടിംഗ് ആണ്. ഇത് വാങ്ങിയത് ആ കട്ടിംഗ് ചാർജോട് കൂടി. ഒരിക്കൽ കട്ടിംഗ് ചാർജും അത്ര തന്നെ കോസ്റ്റ് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെയൊരു പെട്ടി 5 സമചതുരങ്ങൾ ഞാൻ മുറിച്ച് വാങ്ങുമ്പം തന്നെ അവർ എന്നോട് 250 രൂപ വാങ്ങിയിട്ടുണ്ട്. ഇത് 3mm ഉള്ളതാണ്, ഞാൻ 2mm ഉള്ള എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നില്ല, സെലോ ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. താൽക്കാലികമായ പെട്ടി എന്നുള്ള രൂപത്തിൽ നമുക്ക് തിരിച്ചിങ്ങെടുത്തുകളെ. ഇത് 3/4 ഇഞ്ച് സെലോ ടേപ്പാണ് ഒട്ടിക്കുന്നത്. 3/4 ഇഞ്ച് സെലോ ടേപ്പ് രണ്ടും ചേർത്ത് വെച്ച് തൊട്ട് തന്നെ വെക്കാം, കുഴപ്പമില്ല. ഇതാ അക്രലിക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലിയർ ആയിരിക്കും, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ രൂപത്തിൽ സാഹസപ്പെട്ട് മുറിച്ചെടുക്കാം. പക്ഷേ പിന്നെ കൃത്യമായ അളവിൽ നമുക്ക് മുറിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ്. ഇനി ആ അറ്റത്തും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പകുതി സെലോ ടേപ്പ് പുറത്താക്കിക്കൊണ്ട് ഒട്ടിക്കുകയാണ്. എന്നിട്ട് ആ പകുതിയാണ് ഇപ്പുറത്തെ അറ്റത്ത് വന്ന് ഒട്ടുക. കാണിച്ചു തരാം. അവിടെ വെച്ചാൽ മതി. കൃത്യമായിട്ട് അളവ് കൃത്യമാണെങ്കിൽ അവിടെ വന്ന് ഒഴുകുക. ഒരു ഫ്രെയിമായി മാറിക്കഴിഞ്ഞ് ഇനി എന്താ വേണ്ടത്? അതിനൊരു അടിവശമാണ്. അടിവശം അതേപോലെ ഒട്ടിക്കാമല്ലോ. പക്ഷേ ഒട്ടിച്ച് ഫിറ്റ് ചെയ്യുന്നില്ലേ? ഇങ്ങനെ ആ ഒട്ടിച്ച ഭാഗം നമുക്ക് ഇളക്കിയെടുക്കാം. ഇങ്ങനെ. എന്നാലും നമുക്ക് കൊണ്ടുപോകാനൊക്കെ സൗകര്യം ഉണ്ടാകും. വേണമെങ്കിൽ പെട്ടി, താൽക്കാലിക പെട്ടി. ഈ പെട്ടി എടുത്തത് എന്തിനാണ്? ഇതങ്ങോട്ട് ഇറക്കി വെച്ചാൽ മാത്രമേ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം വന്ന് നിറയുന്നത് നമുക്ക് കാണാൻ പറ്റൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് 1 മില്ലിമീറ്റർ വളരെ നേരിയൊരു കുറവ് വരുത്തുന്ന. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് അത് കടന്ന് ഇറങ്ങി നിൽക്കാൻ വേണ്ടി. ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് വരച്ച കൃത്യമായൊരു പാത്രം തന്നെയായി. അപ്പോൾ ഈ പാത്രത്തിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവൂ. അപ്പോൾ ഇത് അത്തരത്തിൽ ചെയ്തെടുത്ത ഒരു 5 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവും ഉള്ള ഒരു പാത്രമാണ്. അപ്പോൾ അതിൻ്റെ 4 സെൻറ്റിമീറ്റർ ഹൈറ്റിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ ഇൻറ്റു 4 സെൻറ്റിമീറ്റർ = 100 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇപ്പോഴും വെള്ളമുള്ളത് 100 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 100 മില്ലി ലിറ്റർ ദ്രാവകമാണത്. വെറും വെള്ളം എടുത്താൽ നമുക്ക് കാണില്ല. അതുകൊണ്ടാണ് ലേശൊരു ചുവന്ന കളർ ചേർത്തത്. ഇപ്പോൾ നമുക്ക് അടിയിലത്തെ ഒരു വരിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മേലെ നോക്കിയാൽ നമുക്ക് കാണാം 10 സെൻറ്റിമീറ്റർ നീളവും വീതിയും 1 സെൻറ്റിമീറ്റർ ഉയരവും ഉള്ള സമചതുര കട്ടകളായിട്ടാണ് ആ 100 മില്ലി ലിറ്റർ വെള്ളം, 100 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ 100 ക്യൂബുകളായിട്ട് തന്നെ കാണാം. ഇപ്പോൾ രണ്ടാമത്തെ ഒഴിക്കുമ്പോൾ 200 മില്ലി ലിറ്റർ വെള്ളമായി. അപ്പോൾ 10 സെൻറ്റിമീറ്റർ നീളം, 10 സെൻറ്റിമീറ്റർ വീതി, 2 സെൻറ്റിമീറ്റർ ഉയരത്തിലും വരുമ്പോൾ 200 മില്ലി ലിറ്റർ, 200 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇപ്പോൾ 300 ക്യൂബിക് സെൻറ്റിമീറ്റർ, 300 മില്ലി ലിറ്റർ വെള്ളം. യെസ്. ഇവിടെ ഇപ്പോൾ 400 മില്ലി ലിറ്റർ വെള്ളം, അതായത് 4ാമത്തെ വരയിലാണ്. ഹൈറ്റ് 4 ആണ്. 10 സെൻറ്റിമീറ്റർ നീളം, 10 സെൻറ്റിമീറ്റർ വീതി, 4 സെൻറ്റിമീറ്റർ ഉയരം എന്ന് പറഞ്ഞാൽ
400 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇപ്പോൾ 500 മില്ലി ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് നമ്മൾ വെള്ളം മാത്രം നോക്കുകയാണെങ്കിൽ അത് 500 മില്ലിഗ്രാം 1/2 കിലോഗ്രാം വെള്ളമാണ്. 1/2 കിലോഗ്രാം. ഇനിയും അതിൽ OHP പെട്ടിയിൽ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒലഞ്ഞു പോവും. അതാ ഷേപ്പ് മാറിത്തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അക്രലിക് ഷീറ്റിൻ്റെ പെട്ടി എടുക്കുന്നത്. അതാണ് അക്രലിക് ഷീറ്റിൻ്റെ പെട്ടി. അതിലേക്ക് ഈ വെള്ളത്തോടെ വേണമെങ്കിൽ ഇറക്കി വെക്കാം കേട്ടോ. ആ 1/2 ലിറ്റർ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ഇറക്കി വെക്കുകയാണ് ആ പെട്ടിയിൽ, അക്രലിക് ഷീറ്റിൻ്റെ പെട്ടിയിലേക്ക്. അപ്പോൾ ഒന്നിച്ച് 4 മൂലയും ഇറങ്ങി വരുന്നൊരു കൃത്യമായിട്ട് ആ പെട്ടിയിലാകുന്നതുകൊണ്ട് ഇനിയൊരു പ്രയാസവും ഇല്ല. നമുക്ക് 1 ലിറ്റർ ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കുക. ഇല്ലെങ്കിൽ ഒലഞ്ഞു പോകും. മേലോട്ട് എത്തുമ്പോൾ ആ വെള്ളത്തിൻ്റെ വെയിറ്റ് മേലെ വരുമ്പോൾ പെട്ടി ഒലഞ്ഞു പോകും. വീണ്ടും നമ്മൾ 100 മില്ലി വെള്ളം എടുക്കുകയാണ്. 100 മില്ലി വെള്ളം എടുക്കുന്നത് ആ 4 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ്. 5 സെൻറ്റിമീറ്റർ നീളം, 5 സെൻറ്റിമീറ്റർ വീതി, 4 സെൻറ്റിമീറ്റർ ഉയരവും വരുമ്പോഴാണ് 100 മില്ലി ആവുന്നത്. മുഴുവനായിട്ടും എടുക്കുകയാണെങ്കിൽ 125 മില്ലി ലിറ്ററാണ്. 125 ക്യൂബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഓരോ വരയിലൂടെയും കയറി വരുന്നതായിട്ട് കാണാം. ഓരോ അടിയിലുള്ള ആ വരയിൽ എത്തുമ്പോൾ ഓരോ 100 മില്ലി കൂടി 1 ലിറ്ററായി തീരുന്നത് കൃത്യമായിട്ട് കുട്ടികൾക്ക് കാണാൻ കഴിയും. ഓരോ 100 മില്ലി കൂടി വരികയാണ്. അപ്പോൾ അത്രയും മുഴുവനായിട്ട് ഇപ്പോൾ 900 മില്ലി ലിറ്റർ വെള്ളമായി. ഇനി ഇതും കൂടെ ഒഴിക്കുകയാണ്. 100 മില്ലിയും കൂടെ ഒഴിക്കുമ്പോൾ ഇതിപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ കണ്ടോ, 1/2 സെൻറ്റിമീറ്റർ അതിന് പാത്രത്തിന് ഉയരം കൂട്ടിയിട്ടത് ഇങ്ങനെ തുളുമ്പി പോവാതിരിക്കാനായതാ. എങ്കിൽ മാത്രമേ 1 ലിറ്റർ വെള്ളം, 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ വെള്ളം, 1000 മില്ലി ലിറ്റർ വെള്ളം ഈ പാത്രത്തിൽ കൃത്യമായി എടുക്കാൻ കഴിയും. ഇതാണ് 1 ലിറ്റർ വെള്ളം. ഈ വെള്ളം നമ്മൾ തൂക്കി നോക്കുകയാണെങ്കിൽ 1 കിലോഗ്രാം ആയിരിക്കും. അതായത് 1 കിലോഗ്രാം ശുദ്ധജലമായിരിക്കണം. ഏത് ദ്രാവകവും പറ്റില്ല. പാലും വെളിച്ചെണ്ണയെല്ലാം അളവ് വേറെയാണ്. അതായത് 10 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ഒരു സമചതുര പാത്രത്തിൽ കൊള്ളുന്ന വെള്ളം